കൃഷ്ണകൃപാസാഗരം. മാധവൻ രാധയുടെ മുടിയിൽ ചൂടിയ തുളസിക്കതിർ ലക്ഷ്മി ദേവിയുടെ കബരീഭാരത്തിൽ പതിക്കുന്നു. വിഷ്ണു ഭഗവാൻ നൽകുന്ന ഓരോ ഉപഹാരവും തനിക്ക് പുത്തൻ ഉണർവും ഉന്മാദവും നിർവൃതിയും പ്രദാനം ചെയ്യുന്നു എന്ന് ലക്ഷ്മി ദേവി. തുടർന്ന് രാധാമാധവ സങ്കല്പത്തെക്കുറിച്ച് വിഷ്ണുദേവൻ വാചാലനാകുന്നു. മാനുഷികമായ എല്ലാ വികാരങ്ങളും ദൗർബല്യങ്ങളുമുള്ള പെണ്ണാണ് രാധയെങ്കിൽ ആ വികാരങ്ങളെ പൂർണ്ണതയിലെത്തിച്ച് സാക്ഷാത്കരിക്കാൻ വിധിക്കപ്പെട്ട പുരുഷനാണ് മാധവൻ. വിഷ്ണു ഉപസംഹരിച്ചു. കണ്ണൻ്റെ ശിഷ്യനായ ശ്രീതാമാവ് ഒരു തോഴനെ മല്ലയുദ്ധത്തിൽ തോൽപ്പിക്കുന്നു. തുടർന്ന് മല്ലയുദ്ധത്തിൽ ഏർപ്പെടേണ്ട ശുപ്പാണ്ടി പിണക്കത്തിലാണ്. മേദിനിയുമായുള്ള വിവാഹം നടത്തിക്കൊടുക്കാമെന്ന് സമ്മതിക്കേണ്ടി വന്നു കണ്ണന് ശുപ്പാണ്ടിയുടെ പിണക്കം തീർക്കാൻ. തൻ്റെ ശക്തി പരീക്ഷിക്കാൻ ധേനുകാസുരനുമായി ഏറ്റുമുട്ടാനാണ് ബലരാമന് താല്പര്യം. കൂട്ടരെ, ഈ താലവനം ധേനുകൻ എന്നൊരു അസുരന്റെ വകയാ. ധേനുകനെ അറിയോ? പൈക്കളെ പിടിച്ച് തല പിച്ചെറിഞ്ഞ് തോല് പൊളിച്ച് മാംസം തിന്നുന്നവനാ ധേനുകൻ. ഒരേ സമയം 5 പൈക്കളുടെ മാംസം വരെ ഒറ്റ ഇരിപ്പിന് തിന്നു തീർക്കും. ഞാൻ കണ്ടിട്ടുള്ളതാ. താലവനത്തിൽ പോയാ ശരീരത്തെ മാംസവുമായി തിരിച്ചു വരാൻ പറ്റില്ല. ഞാനില്ല, ഞാൻ മടങ്ങിപ്പോവാ. ശരീരത്ത് മാംസമില്ലാതെ തിരിച്ചു വന്നാ കല്യാണം കഴിക്കാൻ പറ്റുമോ? ഞാനുമില്ല കൂട്ടരെ. ശക്തി പരീക്ഷിക്കാൻ ഒരു അവസരം കിട്ടിയാൽ യോദ്ധാവ് ഭയന്ന് പിന്മാറാൻ പാടില്ല. ഞാൻ താലവനത്തിലേക്ക് പോകുന്നു. അനുജൻ വരുന്നോ? ജ്യേഷ്ഠന്റെ ശക്തി പ്രകടനം കാണാൻ അനുജന് കൊതിയുണ്ടാവുമല്ലോ. ഞാനും വരുന്നു. രാമന്റെയും കൃഷ്ണന്റെയും ശക്തി എന്താണെന്ന് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയവരല്ലേ കൂട്ടരെ? കളിക്കൂട്ട് സംഘം എല്ലാ കാര്യത്തിലും ഒരുമിച്ച് നിൽക്കണം. നമുക്ക് പോകാം. നല്ല അസല് പനമ്പഴം വേദനയ്ക്ക് ഇഷ്ടപ്പെടും. ഇങ്ങനെ ഒരു പനന്തോട്ടം ഉണ്ടെന്ന് നിങ്ങൾ നേരത്തെ പറയാത്തത് എന്താ? പെട്ടെന്നാകട്ടെ, ധേനുകാസുരൻ വരുന്നതിന് മുമ്പ് സ്ഥലം വിടണം. ധേനുകാസുരനെ ഉപദ്രവിക്കില്ല കൂട്ടരെ. നിലത്ത് വേണ്ടുവോളം പനമ്പഴങ്ങൾ നശിച്ച് പ്രാണിയും മരിച്ചു കിടക്കുന്നുണ്ടല്ലോ. ധേനുകൻ പഴക്കൊതിയനാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമോ? നിലത്ത് വീണ് നശിച്ചാൽ പോലും ഒരൊറ്റ പനമ്പഴം പോലും ധേനുകൻ ആർക്കും കൊടുക്കില്ലെന്നാ കേൾക്കുന്നത്. കൂറ്റൻ പനമരമുലച്ച് പഴങ്ങൾ നിലത്തിട്ടപ്പോ ഈ ബലരാമന്റെ അസാമാന്യ ശക്തി നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ കൂട്ടരെ? ബോധ്യപ്പെട്ടു. ജ്യേഷ്ഠൻ ബാലിയേക്കാൾ ബലവാൻ തന്നെ. കൂറ്റൻ പനമരമുലച്ച് പഴങ്ങൾ നിലത്തിട്ടപ്പോ ഈ ബലരാമന്റെ അസാമാന്യ ശക്തി നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ കൂട്ടരെ? ബോധ്യപ്പെട്ടു. ജ്യേഷ്ഠൻ ബാലിയേക്കാൾ ബലവാൻ തന്നെ. ഭാഗ്യം, ധേനുകാസനും വന്നില്ല. മൂക്കുമുട്ട പശുമാംസം നിന്ന് ഉറങ്ങിപ്പോയി കാണും. നമുക്ക് പോകാം. ഉറങ്ങിയിട്ടില്ലടാ ചോരന്മാരെ. ധേനുകന്റെ തോട്ടത്തിൽ അനുവാദമില്ലാതെ കടന്നു കയറാൻ കംസഹിങ്കരന്മാർ പോലും ധൈര്യപ്പെടാറില്ല. തോട്ടത്തിൽ അതിക്രമിച്ച് കിടന്ന അധികാരികളെ, നിങ്ങൾ ആര്? ഞങ്ങൾ വൃന്ദാവനത്തിൽ വസിക്കുന്ന പാവം കുമാരന്മാരാണ്. നിങ്ങൾ ആരാണ്? ഞാൻ ബലാബലൻ, യജമാനനായ ധേനുകന്റെ തോട്ടം സൂക്ഷിപ്പുകാരൻ. ബലാബലന്റെ കണ്ണുവെട്ടിച്ച് ഒരു പഴം പോലും സ്വന്തമാക്കാൻ ആർക്കും സാധ്യമല്ല.
പഴങ്ങൾ അവിടെ വയ്ക്കൂ. നിലത്ത് വയ്ക്കാൻ. ബലാബലന്റെ വാക്കുകളെ ധിക്കരിക്കാൻ അത്രയ്ക്ക് തന്റെ ഇടവും. അല്പപ്രാണികളെ പിച്ചി ചീന്തിക്കാൻ. പഴം വയ്ക്കവിടെ, അവിടെ വയ്ക്കാൻ. ബലാബലരെ, എത്രയോ പഴങ്ങൾ നിലത്ത് വീണ് നശിച്ചു പോകുന്നു. ഞങ്ങൾ കൗമാരപ്രായം കഴിയാത്ത പാവം കുട്ടികൾ. ഈ പഴമെങ്കിലും ഞങ്ങൾക്ക് ഉപകരിക്കട്ടെ. പാടില്ല. യജമാനായ ദേനകന്റെ ഫലമൂലാദികൾ ജീർണിച്ച് മണ്ണടിയേണ്ടവയാണ്. ഒരു മനുഷ്യജീവിയും അതിന്റെ സ്വാതനുഭവിക്കാൻ പാടില്ല. അത് യജമാനന്റെ കൽപ്പനയാണ്. ജീവൻ വേണമെങ്കിൽ കൽപ്പന അനുസരിച്ചോളൂ. ഇല്ല, ഞങ്ങൾ കുട്ടികൾ ആശിച്ച് സംഭരിച്ച പഴം ഞങ്ങൾ തന്നെ കൊണ്ടുപോയിരിക്കും. ഈ ബലാബലൻ ഞങ്ങൾക്ക് വെറും ദുർബലൻ. അഹങ്കാരികൾ. ഇവന്റെ ശ്വാസം നിലച്ചെന്നാ തോന്നുന്നേ. ബലാബലനെ കൊല്ലരുതായിരുന്നു ബലരാമ. കൊല്ലണം. പ്രകൃതി കനിഞ്ഞു നൽകുന്ന ഫലമൂലാദികൾ മണ്ണടിഞ്ഞാലും മനുഷ്യജാതിക്ക് ഉപയോഗപ്പെടരുത് എന്ന വാശിയോടെ കാവൽ നിൽക്കുന്ന ഇവന്റെ സ്ഥാനം കാലപുരി തന്നെ. വരിൻ. പോകാം. മണ്ണടിഞ്ഞാലും മനുഷ്യജാതിക്ക് ഉപയോഗപ്പെടരുത് എന്ന വാശിയോടെ കാവൽ നിൽക്കുന്ന ഇവന്റെ സ്ഥാനം കാലപുരി തന്നെ. വരിൻ. പോകാം. എന്റെ തോട്ടം സൂക്ഷിപ്പുകാരനായ ബലാബലനെ വധിച്ചവൻ ഒരു സാധാരണ ബാലകനല്ല. അവൻ എന്റെ പ്രാണസുഹൃത്തായ കംസനെ വധിക്കാൻ വന്നു പിറന്നവൻ തന്നെയാണ്. ഈ കൂട്ടത്തിൽ അവൻ ആരോ ആകട്ടെ, ഈ ധേനുകന്റെ ഭോജനമാകാൻ തന്നെയാണ് അവന്റെ വിധി. ഈ ധേനുകന്റെ വിസർജ്യമാകാനാണ് അവന്റെ ശിരോലിഖിതം. ഈ ധേനുകൻ മനുഷ്യമാംസം ഭുജിച്ചിട്ട് ദിനങ്ങളേറെയായി. നിങ്ങളുടെ അല്പമാത്ര മാംസം ഈ ധേനുകന് രുചിച്ചു നോക്കാൻ പോലും തികയില്ല. എന്നാലും മനുഷ്യമാംസമല്ലേ ധേനുകന്റെ സ്വാദിഷ്ട ഭോജ്യം.
നന്നായി ബലരാമ. മനുഷ്യഭുക്കായ ധേനുകനിൽ നിന്നും നീ മാനവരാശി രക്ഷിച്ചിരിക്കുന്നു. ധേനുവിന്റെ പനമ്പഴമൊക്കെ നമുക്ക് സ്വന്തം. ജ്യേഷ്ഠനായ ബലരാമൻ തീർത്തും ബലമുള്ള രാമനാണെന്ന് ധേനുകവധം തെളിയിച്ചിരിക്കുന്നു. ബലരാമൻ നീണാൾ വാഴട്ടെ, ബലരാമൻ നീണാൾ വാഴട്ടെ, ബലരാമൻ നീണാൾ വാഴട്ടെ. ആജ്ഞാപിച്ചാലും പ്രഭു. എന്താജ്ഞാപിക്കാൻ? നാം ഒരു ദുസ്വപ്നം കണ്ടു. മരിച്ചു മലർന്നു കിടക്കുന്ന നമ്മുടെ ധേനുകൻ. പ്രഭു, അത് ഈയുള്ളവൻ വന്ന് അറിയിച്ചതല്ലേ അല്പനേരം മുമ്പ്. അപ്പോ അതും സംഭവിച്ചു കഴിഞ്ഞു അല്ലേ? ഇനി നാം എന്തു ചെയ്യണം?
പഞ്ചാഗ്നി മധ്യത്തിൽ തപം ചെയ്ത് വരം നേടണോ? ഗോപബാലന്റെ മുന്നിൽ ശിരസ് നമിച്ച് മാപ്പിരക്കണോ? ഇല്ല, തോൽക്കില്ല കംസൻ. മാപ്പിരക്കാനും തപസനുഷ്ഠിക്കാനും തുനിയില്ല കംസൻ. അറിയാം, ചെയ്യേണ്ടതെന്തെന്ന് നമുക്കറിയാം. പ്രകൃതി കനിഞ്ഞു നൽകുന്ന ഫലമൂലാദികൾ നിലത്തു വീണ് നശിച്ചാലും പരാന്നമാകരുത് എന്ന ധാർഷ്ട്യം ആപത്ത്. പരാനപേക്ഷം പ്രാണിക്കമരാൻ പഴുതില്ലൊരിടത്തും എന്നാണ് കവിവാക്യം. പ്രപഞ്ചം പരസ്പര സഹായപൂരിതമാകണം. അപ്രിയ സത്യങ്ങൾ ഉൾക്കിടിലങ്ങളായി ഉപബോധ മനസ്സിലടിയുന്നത് ഉറക്കത്തിൽ സ്വപ്നങ്ങളായി തെളിയുന്നു. അത് സ്വപ്നമോ ജാഗരമോ എന്ന് തിരിച്ചറിയാൻ മറ്റൊരാളുടെ സാക്ഷ്യപ്പെടുത്തൽ ആവശ്യമായി വരും.